സംസ്ഥാനത്തിന് കുറേയേറെ കോടികൾ നഷ്ടമാകുന്നതിന് ലാവ്ലിൻ കരാർ കാരണമായി എന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ അന്ന് CAG റിപ്പോർട്ട് അത് വളരെ ഏറെ വിലമതിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന നിലപാടായിരുന്നു VSനും ഉണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നിലപാടാണ് VS മുന്നോട്ട് വച്ചത്. എന്നാൽ പാർട്ടി അതിൽ അഴിമതി ഇല്ലെങ്കിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് വന്നത്. അപ്പോൾ VSൻ്റെ നിലപാടും അന്ന് വൈദ്യുതി മന്ത്രിയായതിന് ശേഷം കരാർ ഒപ്പിട്ട കാലയളവിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടി അതിൽ അഴിമതി നടന്നിട്ടില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത് ഇത് ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷം വ്യാപിപ്പിക്കുന്നതിന് കാരണമായി. എന്നാൽ ആ CAG റിപ്പോർട്ട് വളരെ പരിശുദ്ധമായ ഒരു രേഖയാണ് എന്നുള്ള നിലത്തിലാണ് VS ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം കൂടിയേ തീരൂ, അന്വേഷണം കഴിഞ്ഞ് ഒരു അഗ്നിശുദ്ധി വരുന്നതായിരിക്കും നല്ലത് എന്നൊരു നിലപാട് VS എടുത്തു. അപ്പോൾ ആ സമയത്താണ് VS മുഖ്യമന്ത്രിയായിരുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ ഇതിൻ്റെ അന്വേഷണം വേണം എന്നുള്ളൊരു നിലപാട് വന്നപ്പോൾ ബാക്കി മന്ത്രിമാരെല്ലാം അത് ഗവർണർ ആ അന്വേഷണത്തിന് മുന്നോട്ട് പോകുന്നതിന് അനുമതി കൊടുത്തില്ല. കാരണം അതിന് ആധാരമായി ചൂണ്ടിക്കാട്ടപ്പെട്ടത് അതിന് തൊട്ട് മുമ്പുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഈ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം അതിന് ഉപയോഗിക്കുന്നു. അതിന് LDFും LDF സർക്കാരും കരുനീക്കേണ്ട കാര്യമില്ല. അന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് UDF അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതിന് LDF കൂണ്ടു നിൽക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടാണ് അന്നത്തെ LDFിലെ മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ അന്നും VS അച്യുതാനന്ദൻ സ്വീകരിച്ച നിലപാട് അത് CAG കണ്ടെത്തിയ ഒരു ക്രമക്കേടാണ്, അതുകൊണ്ട് അതിലൊരു അന്വേഷണം വേണമെന്നൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് VS അതിനെ സംബന്ധിച്ച് മന്ത്രിസഭാ തീരുമാനത്തെ മറികടന്ന് ഇല്ലെങ്കിൽ പാർട്ടി തീരുമാനത്തെ മറികടന്ന് ഗവർണർക്ക് കത്ത് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കൂട്ടരും തമ്മിലുള്ള തർക്കം പല കാര്യങ്ങളിൽ പ്രത്യയശാസ്ത്രപരമായിട്ട് പാർട്ടി നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ അക്കാലത്ത് രൂക്ഷമായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നുള്ള ഈ അഭിപ്രായം പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെ കൂട്ടണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളുണ്ടായി. ഐസ്ക്രീം പാർലർ കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു എന്നുള്ള പ്രശ്നങ്ങൾ വന്നു. അതുപോലെ സ്ത്രീപീഡന കേസിലെ പ്രതികൾക്കെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളൊരാവശ്യം ഉയർന്നു. അങ്ങനെ വിവിധ വിഷയങ്ങളിലുള്ള ഒരു ഏറ്റുമുട്ടൽ വന്നപ്പോൾ ഒരു പാർട്ടിയിലെ രണ്ട് തർക്ക വിഷയങ്ങളായിട്ട് ഇതൊക്കെ തന്നെ മാറുന്ന ഒരവസ്ഥ വന്നു. ആ അവസ്ഥയിൽ ഇവർ രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്ന് പോരാടുന്ന ഒരവസ്ഥ വന്നതും അത് പിന്നീട് ആ ഒരു വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി അതിൽ ക്രമക്കേട് കണ്ടെത്തിയില്ല, അത് ഹൈക്കോടതി ശരിവെച്ചു. ഇപ്പോൾ അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ. ആ വിഷയത്തിൽ VS ഒരു കടുംപിടുത്തം തുടരുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതിൽ സ്വാഭാവികമായിട്ടും അന്ന് പാർട്ടി VS അച്യുതാനന്ദൻ്റെ കയ്യിൽ നിന്ന് ആ സമയമായപ്പോഴേക്കും പിണറായി വിജയനിലേക്ക് പാർട്ടി എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ പാർട്ടി കമ്മിറ്റികളിൽ പിടിമുറുക്കുന്ന സ്ഥിതി വന്നു. അങ്ങനെ വന്നപ്പോൾ VS അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും രണ്ട് ശാക്തിക ചേരികളിൽ VSൻ്റെ ചേരിക്ക് ദൗർബല്യമുണ്ടായി. അത് പിന്നീട് സ്വാഭാവികമായിട്ടും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് VSനെ പുറത്താക്കുന്ന രണ്ടുപേരെയും പുറത്താക്കിയെങ്കിലും VSനെ പുറത്താക്കുകയും തിരിച്ച് അത് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ തിരിച്ചു കയറുകയും ചെയ്തപ്പോൾ അത് ഒന്നുകൂടി ശക്തമായി. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും പിന്നെ ഇതിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രായം ഒരു വലിയ ഘടകമാണ്. അപ്പോൾ VSൻ്റെ പ്രായം അദ്ദേഹത്തിന് ഒപ്പം നിന്ന പലരുടെയും ശ്രദ്ധയിൽ അത് വന്നു. അപ്പോൾ പലരും ആ ഒരു പരിമിതി കണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന പലരും പാർട്ടിയുടെ നിലപാടിനോട് പൂർണ്ണമായിട്ടും വിധേയരായി. എന്നാൽ VS അക്കാലത്തും അതിൽ അന്വേഷണം വേണമെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. എങ്കിലും പാർട്ടിയും ഇവരും ഒരു ഘട്ടത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് VSന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പിന്നീടും നടന്നു. അപ്പോൾ അതിനുശേഷമാണ്
പാർട്ടിയും നേതൃത്വവും വീണ്ടും ഒരു സമരസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും VS ഭരണപരിഷ്കാര കമ്മീഷൻ അംഗമായി മാറുകയും പിന്നെ രണ്ട് കൂട്ടരും പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 4-5 കൊല്ലമായി സ്ട്രോക്ക് വന്ന് അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയുമായിരുന്നു.